ഹായ് ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ശരിക്കും ഗുഡ് ഈവനിങ് ആണ്. ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സൗണ്ട് ഒട്ടും പെർഫെക്റ്റ് അല്ല കേട്ടോ, സൗണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ കഴുത്തേക്കേറി പിടിച്ചതല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് കണ്ടവർക്കെല്ലാം അറിയാം സൗണ്ടിന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പായസത്തിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഏകദേശമായി. അട വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അട കിട്ടിയിട്ടില്ല കേട്ടോ. ശരിക്കും പാലട പായസത്തിന് നമ്മളെപ്പോഴും നമ്മുടെ മട്ട അരിയുടെ അടയാണ് എടുക്കാറുള്ളത്. അത് കിട്ടിയില്ല. അതാണെങ്കിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലട പായസം കിട്ടുക. പിന്നെ ബോണ്ടയ്ക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുപയർ ദോശയ്ക്കുള്ള ചെറുപയറും ഉഴുന്നും ഉലുവയും അതുപോലെ പച്ചരിയും വെള്ളത്തിലിട്ടുണ്ട്. ഇത് നമ്മുടെ ബോണ്ടയ്ക്കുള്ള മിക്സാണ്. ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ സവോള മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ശരിക്ക് അട നമ്മൾ തിളച്ച വെള്ളത്തിൽ 20 മിനിറ്റ് ഇട്ട് അടച്ചു വെച്ചിട്ട് അതിനുശേഷം ബാക്കി പാലിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ എളുപ്പ വഴിക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അട നേരെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തു. ഒറ്റ വിസിൽ വേവിച്ചെടുത്തിട്ട് ഉടനെ തന്നെ പ്രഷർ റിലീസ് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തു. ആ അടയുടെ പശയൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമ്മൾ തിളയ്ക്കുന്ന പാലിലേക്ക് ഈ അട ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ അട പായസം വേഗം റെഡിയാവും. ഞാൻ ഈ അട മുഴുവൻ അടപ്പായസം വയ്ക്കുന്നില്ല, കുറച്ച് ശർക്കര പായസം വയ്ക്കുന്നുണ്ട്, 3/4 ഭാഗം അടപ്പായസം വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ലിറ്റർ പാലുകൊണ്ടാണ് പായസം വെക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ പാലിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് തിളപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ തിളച്ച വെള്ളം ചേർത്തിട്ട് പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ വേഗം നമ്മുടെ ജോലികൾ കഴിയും. ഇനി ഒരു തേങ്ങ ചിരവാനുണ്ട്. തേങ്ങ ചിരവിൽ രാജീവേട്ടൻ്റെ വകുപ്പാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിന് മിക്സ് റെഡി ആക്കട്ടെ. ഈ പാലൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരട്ടെ. സമയത്ത് ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. സാധാരണ പോലെ തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഞാനതൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഞാൻ കടുക് പൊട്ടി പാലിലേക്ക് വീഴാതിരിക്കാനായിട്ട് പാലൊന്ന് തിളച്ച് അട ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെക്കൂ കേട്ടോ. അല്ലെങ്കിൽ കടുക് പാലിലേക്ക് പൊട്ടി വീണിട്ട് പാല് പിരിഞ്ഞു പോവും. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാല് തിളച്ചു കഴിഞ്ഞിട്ട് മാത്രം അട ചേർക്കുക. ഈ രീതിയിൽ പായസം ഉണ്ടാക്കുമ്പോൾ. ഇല്ലെങ്കിൽ പ്രഷർ കുക്കർ പാലട പായസം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അടയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ചു വെക്കാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ എണ്ണയും ചൂടാവട്ടെ. അടയും ചേർക്കാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പാല് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. അട ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർക്കാം. അയ്യോ, ഞാൻ അട മുഴുവൻ ഓർക്കാതെ ചേർത്ത് പോയി. സാരില്ല. അപ്പൊ ഇനി തേങ്ങ ചിരവണ്ട. ഇത് കഴിക്കയില്ലല്ലേ? അയ്യോ, നീ ഇതൊക്കെ വേണ്ടിയായിരുന്നു ശർക്കര പായസം റെഡിയാക്കാതെ വിചാരിച്ചു. കൂടുതൽ ടേസ്റ്റ് ഉള്ള പാലട കഴിക്കില്ല ലീത. അതിനേക്കാൾ ടേസ്റ്റ് പറഞ്ഞ ശർക്കര പായസം കഴിക്കുന്നു. മറന്നും പോയി പണി കിട്ടി. പെട്ടെന്ന് സംസാരം വീഡിയോ എടുക്കലും കുക്കിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തായിരുന്നു. പാല് തിളച്ച് പൊങ്ങി വന്നപ്പോ ഞാനത് അങ്ങോട്ട് ഓർക്കാതെ ചേർത്ത് പോയി. അട നമ്മുടെ കുക്ക് ആയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 500 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മധുരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാനൊരു 500 ഗ്രാം പഞ്ചസാര ചേർക്കാൻ പോവാണ്. നല്ല കഷ്ടമായി മുഴുവനും കൂടി അതിനകത്തേക്ക് ചേർത്തത് മാറ്റി വെച്ച പോലായിരുന്നു. ഓർത്തില്ല. പഞ്ചസാര ചേർത്ത് പഞ്ചസാരയും കൂടി മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിനി പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കാനുണ്ട്. അപ്പൊ ഞാൻ ഈ ബർണർ ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. ഇപ്പോഴല്ല, ഇതൊന്ന് തിളച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബർണർ മാറ്റി വെക്കുള്ളൂ. അപ്പൊ ഇതൊന്ന്
അടച്ചു വെക്കട്ടെ ഞാനൊന്ന് പകുതി, നമ്മുടെ കടുക് വീഴാതിരിക്കാനാണിത്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സവോള, പച്ചമുളക്, ഉപ്പ് ഇത്രയും ചേർത്തുകൊണ്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പായസം തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഈ പായസം ഇവിടെ ഇരുന്ന് തിളച്ച് റെഡി ആവട്ടെ. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം, ഇത് വേണ്ട, ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. എല്ലാ വലിയ പാത്രങ്ങളും കൂടി ഇരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. പാൻ ചൂടായി വന്നിട്ട് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കാം. ഒക്കെ നമ്മുടെ പാലടയുടെ നല്ല കളർ വരും. എല്ലാ ഭാഗങ്ങളും കൂടി കത്തിച്ച് ഒരുമിച്ച് ചൂട് കൂടിയിട്ട് തലവേദന വരുമോ? വേഗം വേഗമാവണമെങ്കിൽ 300 ഒരുമിച്ച് ചേർത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേ പായസത്തിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. മെൽറ്റായി വരുമ്പോൾ, കാരമലായി വരുമ്പോൾ പായസത്തിലേക്ക് ചേർക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പാലട പായസം ഉണ്ടാക്കാൻ. കുക്കറിലാണ് അട വേവിക്കുന്നതെങ്കിൽ നമുക്ക് വേഗം പാലട പായസം ഉണ്ടാക്കാം. ഒരുപാട് സമയം വേവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പാല് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ട്രഡീഷണൽ പാലട പായസം അല്ല ഇത്, നമ്മുടെ ഇൻസ്റ്റന്റ് പാലട പായസമാണ്. അത് ഇളക്കണ്ട, അതാവട്ടെ, അത് ലാസ്റ്റ് തൊടാൻ പാടില്ല. പിന്നെ എനിക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാലേ, ഈ കടുക് ഇങ്ങനെ കിടക്കണുമ്പോ അപ്പൊ തുടയ്ക്കാൻ തോന്നും. അതെല്ലാവർക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കുഴപ്പം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. എന്താണെന്ന് ചില വീഡിയോകളിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ, അപ്പൊ തുടയ്ക്കുന്നത്. അപ്പൊ എനിക്കറിയാം എന്റെ സ്വഭാവം ആണിതെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാനിങ്ങനെ അപ്പൊ തുടച്ചോണ്ടിരിക്കും. വേണ്ട, ഞാൻ തുടച്ചോളാം. കൈകൊള്ളു. ഇനി ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അത് കടുക് ഇങ്ങനെ കിടക്കണ കാണുമ്പോ മാത്രം ഒരു കുഴപ്പമില്ല. നമ്മള് തുടച്ച് നീറ്റാക്കി ഇട്ടിരിക്കുന്ന സ്റ്റൗവില് കടുക് ഇങ്ങനെ കിടക്കണ കാണുമ്പോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നില്ലേ? തുടച്ച് നീറ്റാക്കാത്ത സ്റ്റൗവിലാണെങ്കിൽ ഒന്നും തോന്നില്ല. അപ്പൊ നമ്മുടെ പഞ്ചസാര കാരമലായിക്കൊണ്ടിരിക്കുന്നു. നീത സവാള ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ക്യാമറ ഇത്തിരി നീക്കി വെക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സവാള ഇത്തിരി കരിഞ്ഞു പോയി. ഇത്തിരി കരിഞ്ഞപ്പോൾ നീതയുടെ മൂഡ് വേറെ. നീത മിണ്ടണല്ലോ ഇപ്പൊ. എന്നോട് പറയാനുള്ള ക്യാരമലായാലും എന്നോട് പറയാനാ പറയുന്നത്. ഞാൻ പറഞ്ഞു ദേഷ്യം വരണ്ട, ഒരു ചെറിയ കാര്യം. ദേഷ്യം വരും. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ എന്തോ കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ട് അതിന് സവാള കരിച്ചു തന്നു. ഇപ്പൊ നമ്മുടെ ക്യാരമൽ റെഡിയായി. ക്യാരമൽ ഈ ഒരു കളർ ആയാൽ മതി കേട്ടോ, ഇതിലും കൂടുതൽ ആവരുത്. ഇനി നമുക്ക് പഞ്ചസാര ക്യാരമലായത് പായസത്തിലേക്ക് ചേർക്കാം. പായസത്തിൽ ചേർക്കുമ്പോൾ പൊട്ടിത്തെറിക്കും, കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നിട്ട് ചേർക്കാം. ഒറ്റയടിക്ക് മുഴുവൻ ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ
കളർ കുറവാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ക്യാരമൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് വെള്ളം ചേർക്കരുത്. പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുമ്പോൾ പഞ്ചസാര മാത്രം ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ ബോണ്ടയുടെ മിക്സിന് ചൂട് മാറാൻ വേണ്ടി വയ്ക്കുകയാണ്. പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കാണാം. പായസം ഉണ്ടാക്കി പകുതിയാക്കിയതും അതുപോലെ തന്നെ ബോണ്ടയുടെ മിക്സ് റെഡിയാക്കിയതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എനിക്കൊന്ന് തല ചുറ്റിയപ്പോൾ രാജുവേട്ടൻ പായസം കംപ്ലീറ്റ് ചെയ്തിട്ടോ. പായസം കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ രാജുവേട്ടൻ കുറച്ച് പായസത്തിലേക്ക് പഞ്ചസാര കൂടുതലിട്ടു. പായസത്തിന് മധുരം കൂടിപ്പോയി. അതിനുശേഷം ഞങ്ങൾ അന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ബോണ്ട ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം വന്നിട്ട് അപ്പോൾ ആ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ദിവസമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പായസം കുറച്ചൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് മധുരം കുറയ്ക്കാനായിട്ട് പാൽ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് ചേർത്ത് പാലൊന്ന് കുറുക്കിയെടുത്തിട്ട് ആ പാലിലേക്ക് പായസം ചേർത്ത് ഒന്ന് മധുരം കുറച്ചെടുക്കണം. പിന്നെ ഒരു കേക്ക് ബോണ്ട ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കേക്കിൻ്റെ മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ മുട്ട ചേർക്കാതെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതിൽ മുട്ട ചേർത്തും മുട്ട ചേർക്കാതെയും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഏത് വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. സോറി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാല്. പാല് ഞാൻ തിളപ്പിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പാല് തിളപ്പിക്കാതെ എടുത്തത്. 1/2 കപ്പ് പാല്. വേണമെങ്കിൽ ഈ സമയത്ത് ഒരു മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം ഇത്രയും ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് ഇളക്കി ഒന്ന് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കട്ടെ. ചെറിയ ഫ്ലെയിമിൽ വെച്ച് പാലൊന്ന് തിളച്ച് കുറുകി വന്നിട്ട് പായസം നമ്മൾ ഇളക്കി ചേർത്തിട്ട് വേണം പായസം ആഡ് ചെയ്യാൻ കേട്ടോ. പാലൊന്ന് തിളച്ച് കുറുകി വരണം. ഇനി ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും പാലും ഓയിലും എല്ലാം ചേർന്ന് മിക്സ് ബീറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദപ്പൊടി നമുക്കൊന്ന് അരിച്ച് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിൽ നമ്മൾ ബീറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറോ യൂസ് ചെയ്തിട്ട് അരിപ്പൊന്ന് കഴുകി വെക്കാൻ പോയതാണ്. നമുക്ക് വേഗം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനാണ് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തത്. ഓപ്ഷനിലാണ് കേട്ടോ. നമ്മുടെ അതിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ലംസ് ഒട്ടും ഫോം ചെയ്യാതിരിക്കുക. അതിനാണ് നമ്മൾ സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത്. വിസ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും സ്ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കേക്കിന് ഓയിലൊക്കെ ഒഴിച്ച് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് വലിയ കേക്കല്ല, ചെറിയ കേക്ക്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാലവിടെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ടിൻ വെക്കാൻ പോകുന്നത്. അതിനുശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ചോക്കോ ചിപ്സൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്യാം. നമുക്കിത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പാൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ.
എനിക്ക് ചോക്കോ ചിപ്സ് വളരെ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഈ ടർക്കിയിലേക്ക് തന്നെ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇതിനിടയിൽ കഴുകാനുള്ള പാത്രങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര അളവൊന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ചോക്കോ ചിപ്സ് ഇഷ്ടമാണോ, കുട്ടികൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ ചോക്കോ ചിപ്സ്, അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ പായസം നമ്മുടെ പാലിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ മുഴുവൻ പായസവും ചേർക്കുന്നില്ല കേട്ടോ, ഒരു പകുതി പായസമേ ചേർക്കുന്നുള്ളൂ. എന്താന്ന് വെച്ചാൽ മുഴുവൻ പായസത്തിനുള്ള പാല് ഞാൻ എടുത്തിട്ടില്ല, ഒരു 1/2 ലിറ്റർ പാല് എടുത്തിട്ടുള്ളൂ. മുഴുവൻ ആഡ് ചെയ്തു. സാധാരണ പായസത്തിന്റെ മധുരം ഉണ്ടായിക്കോട്ടെ, അതിനെന്താ. ആകെ വർഷത്തെ ഒരു പ്രാവശ്യം പായസം കുടിക്കും. നാളത്തേക്കും കൂടെ റെഡിയാക്കി തന്നാ പോരെ. പിന്നെ റെഡിയാക്കി പണിയെടുക്കണല്ലോ നല്ലതല്ലേ. രണ്ട് പ്രാവശ്യം പണി മുഴുവൻ ചെയ്യണതിനേക്കാളും എളുപ്പമല്ലേ ആദ്യമേ ചെയ്ത് തീർക്കാം. അപ്പോൾ കിച്ചൂസ് പറഞ്ഞു മുഴുവൻ പായസം ആഡ് ചെയ്യാൻ. ഞാൻ മുഴുവൻ പായസം ആഡ് ചെയ്തു. ഇനി നമുക്ക് പാത്രം കഴുകാം. ബാക്കി എടുത്തു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഞാൻ ചോക്കോ ചിപ്സും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഫ്രിഡ്ജിലേക്കാണ് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഞാൻ എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ക്രീം മാത്രം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കരുത്, ഫ്രീസറിൽ വെക്കുക കേട്ടോ. ക്രീം ഉള്ള കേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. പിന്നെ നമുക്കൊരു ചായയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിയും. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. പായസം റെഡിയായി, കേക്കും ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ പായസം ഒന്ന് കുറുകി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 25 മിനിറ്റ്സ്. ഞാനിപ്പോൾ ആദ്യം 25 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ആദ്യം 25 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. കുക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പലരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇതിനിടയിൽ നമുക്കിനി ഒരു ചായയും കൂടി ഉണ്ടാക്കാം. ഞാനപ്പോൾ ഇന്ന് ചായ അല്ല കേട്ടോ, കാപ്പിയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഓവൻ്റെ സൗണ്ടാണ് കേട്ടോ ഒരു ചെറിയ ടിക് ടിക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കാപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാപ്പി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കാപ്പി ഉണ്ടാക്കാം. കിച്ചൂസിന് കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ ഇടയ്ക്ക് ചായ ഉണ്ടാക്കും, ഇടയ്ക്ക് കാപ്പി ഉണ്ടാക്കും. ഇന്ന് കാപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് കാപ്പിക്ക് ആവശ്യമായ ചെറിയ മധുരം ചേർത്ത് കൊടുക്കാം. ചെറിയ മധുരം ചേർക്കുള്ളൂ, ഒരുപാട് മധുരം ചേർക്കില്ല. ഇപ്പൊ 3:10 ഇന്ന് വൈകിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ കേക്ക് ഉണ്ട്. കേക്ക് ചൂട് മാറി കഴിയുമ്പോൾ കേക്ക് കഴിക്കാം. പിന്നെ പായസം ഉണ്ട്, അതുകൊണ്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഞാൻ രാവിലെ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് പഴംപൊരി ആയിരുന്നു. എന്താന്ന് വെച്ചാൽ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ട് കഴിക്കാൻ പറ്റില്ല. പുട്ട് ചുമയും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് പുട്ട് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പഴംപൊരി ഉണ്ടാക്കി. അതെ, അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നതും ലൈവ് ചെയ്യാതിരുന്നതും ഒന്നും. വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പൊ ഇന്നിനി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട്, ഞാൻ കിച്ചൂസും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അതിനുശേഷം വേണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് നാളത്തേക്ക്. ഉത്സവത്തിനുണ്ട് ചെറിയൊരു പനി ഫീൽ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ആരും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് ആരും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉത്സവത്തിന് പോയിട്ടില്ല. ഉത്സവത്തിന് പോകണമെന്ന് ആഗ്രഹം. കിച്ചൂസ് പോയിട്ടൊന്നുമല്ല ഉത്സവത്തിന്. അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയായി. നമുക്കിനി കിച്ചൂസിന് കാപ്പി കൊടുക്കാം. ഒന്ന് ചൂട് മാറിയിട്ട് കിച്ചൂസിന് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കിയ ആ ഒരു പാത്രം മാത്രമേ കഴുകാനുള്ളൂ. നമ്മുടെ കേക്ക് മിക്സ് ചെയ്ത എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞു.
അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇതാണ് പറഞ്ഞത്, എൻ്റെ ജോലികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കും. എൻ്റെ ജോലികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കും. അപ്പൊ നമുക്കിനി കിച്ചൂസിന്റെ കാപ്പി കിച്ചൂസിന്റെ ഗ്ലാസ്സിലേക്ക് വെക്കാം. ഗ്ലാസ്സിൽ വേണോ കപ്പിൽ വേണോ? ബ്രൂ അല്ലേ? ഇതാ നമ്മുടെ കാപ്പി റെഡിയായി. ഞാനിങ്ങനെ ഒഴിച്ചു വന്നപ്പോൾ എൻ്റെ കൈ പൊള്ളി കേട്ടോ. ഇങ്ങനെ കപ്പിലിങ്ങനെ പൊക്കി ഒഴിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ആവി ഒഴിച്ചു, കൈ പൊള്ളി. അപ്പോൾ എന്തായാലും കിച്ചൂസിന് കാപ്പി കുടിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തമ്മിൽ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊക്കി ഒഴിച്ച് കൈയൊക്കെ പൊള്ളിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ പായസവും റെഡിയായി. പായസം ഒന്നുകൂടി ഒന്ന് കുറുകണം. എൻ്റെ ഒരു കണക്കിൽ ഒന്നുകൂടി കുറുകിയാലാണ് കറക്റ്റ് ടേസ്റ്റ് ആവുക കേട്ടോ. തണുക്കുമ്പോൾ ഇനിയും കുറുകും. പക്ഷെ അപ്പോൾ ആ പായസത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പായസത്തിൽ നെയ്യോ ബട്ടറോ ചേർക്കാം. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ബട്ടർ ചേർക്കുന്നതാണ് കേട്ടോ. നെയ്യ് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ബട്ടർ ചേർക്കുന്നതാണ്. നമ്മൾ ഏലക്കപ്പൊടി ഒന്നും ചേർക്കില്ല, നമ്മൾ ബട്ടർ മാത്രം, കുറച്ച് സോൾട്ടഡ് ബട്ടർ മാത്രമേ ചേർക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഈ കാപ്പി തിളപ്പിച്ച പാത്രം കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പൊ നമ്മുടെ പായസം ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. അപ്പൊ നമ്മുടെ പാത്രം കഴുകലും കഴിഞ്ഞു. ഇനി നമ്മൾ പായസവും ഫ്ലെയിമും ഓഫ് ചെയ്തു. ഇനി കേക്ക് റെഡിയാകുമ്പോൾ കേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ പോയി പതുക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യട്ടെ, കിച്ചൂസ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരട്ടെ. ഇനി പായസം ചൂട് മാറിയിട്ട് വേണം കഴിക്കാൻ. ഞാനിപ്പോൾ ഇനി ബട്ടർ ആഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് രാജുവേട്ടൻ ബട്ടർ ആഡ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ ഈ ബട്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പായസം ചൂട് മാറി കഴിഞ്ഞിട്ട് കഴിക്കാം. ഇളം ചൂടോടെയും കഴിക്കാം, ചൂട് കംപ്ലീറ്റ് മാറിയിട്ടും കഴിക്കാം. അതപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. ഡൗട്ട് വരില്ല, അത്രയും പായസം ഉണ്ടായാലും ഇപ്പം ഇത്രയും എങ്ങനെയാണ്? അത് കുറച്ച് കഴിഞ്ഞ ദിവസം രാജുവേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. രാജുവേട്ടൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛനെ കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ പോയപ്പോൾ 9:30 ആയി. ഞങ്ങൾ ചെല്ലുമ്പോൾ അച്ഛൻ പായസം വാങ്ങിച്ചിട്ട് നേരെ കയറി കിടന്നു തുടങ്ങി. കുടിച്ചില്ലേ? പായസം വാങ്ങിച്ച് അകത്തുകൊണ്ട് വെച്ചു, പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ തന്നെ കിടന്നു. അപ്പോൾ ഇനി പായസമൊക്കെ പകുതി അടച്ചു വെക്കട്ടെ, ആവി പോകാനുള്ള രീതിയിൽ അടച്ചു വെക്കട്ടെ. അതിനുശേഷം നമുക്ക് ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. 25 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. ഞാനപ്പോൾ കേക്ക് ടിൻ ഓവനിൽ നിന്ന് എടുക്കാൻ പോവാണ്. ഒട്ടും തന്നെ നമ്മുടെ സ്ക്യൂവറിൽ പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമ്മുടെ കേക്കിൻ്റെ ചൂട് മാറിയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്റ്റൗവിൻ്റെ മുകളിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഞങ്ങളിതാ പുറത്ത് പോയിട്ട് വന്നു. നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണെന്നുള്ളത്. കണ്ടോ, നമ്മുടെ ചോക്കോ ചിപ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കട്ട് ചെയ്ത് കഴിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ടോ റെസിപ്പിയുമായിട്ടോ ഒക്കെ അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.